വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. അതായത് ഫെബ്രുവരി 1 തൊട്ട് ഇപ്പോൾ 15 ദിവസം നമ്മൾ കറക്റ്റ് ഡേ ടു ഡേ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന്. നമുക്ക് പറ്റുന്ന പോലെ ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ലോക ബാങ്ക് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എത്രയാണ്? 38 ആൻസർ. NGC 6505 എന്ന ഗാലക്സിക്ക് ചുറ്റും ഒരു അപൂർവ ഐൻസ്റ്റീൻ വളയം അടുത്തിടെ കണ്ടെത്തിയ ബഹിരാകാശ ദൂരദർശിനിയുടെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസറാണ് യൂക്ലിഡ് ബഹിരാകാശ ദൂരദർശിനി. ഓപ്ഷൻ സി ആണ് യൂക്ലിഡ് ബഹിരാകാശ ദൂരദർശിനി. ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്താണ്? ഫെബ്രുവരി 13 ആൻസർ. 2025 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി കോൺസ്റ്റൈൻ്റൽ ടാസുലാസ് തിരഞ്ഞെടുക്കപ്പെട്ടു? ഏത് രാജ്യമാണ്? ഓപ്ഷൻ ബി ആണ് ഗ്രീസാണ് ആൻസർ. ഏത് സംസ്ഥാന സർക്കാരാണ് നോഡി ബന്ധൻ പദ്ധതി ആരംഭിച്ചത്? ഓപ്ഷൻ എ ആണ് പശ്ചിമ ബംഗാളാണ് ആൻസർ. നമുക്കൊന്നുകൂടെ നോക്കാം. ലോകബാങ്ക് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കാണ് 38. NGC 6505 എന്ന ഗാലക്സിക്ക് ചുറ്റും ഒരു അപൂർവ ഐൻസ്റ്റീൻ വളയം അടുത്തിടെ കണ്ടെത്തിയ ബഹിരാകാശ ദൂരദർശിനിയുടെ പേരാണേത്? യൂക്ലിഡ് ബഹിരാകാശ ദൂരദർശിനി. ലോക റേഡിയോ ദിനമാണ് ഫെബ്രുവരി 13. 2025 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് കോൺസ്റ്റൈൻ്റൽ ടാസുലാസ്? ഉത്തരം ഗ്രീസാണ്. ഏത് സംസ്ഥാന സർക്കാരാണ് നോഡി ബന്ധൻ പദ്ധതി? അത് വെസ്റ്റ് ബംഗാളാണ്, പശ്ചിമ ബംഗാളാണ്. 2025 ലോക ഗവൺമെൻറ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസറാണ് ദുബായ്, UAE. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസറാണ് കർണാടക. ഏത് നദിയിലാണ് അപൂർവ മുതല കാറ്റ്ഫിഷ് അടുത്തിടെ കണ്ടെത്തിയത്? ആൻസറാണ് ഓപ്ഷൻ എ ബഹിനി, ഗുവാഹത്തി. പഞ്ചായത്ത് വികസന സൂചിക റിപ്പോർട്ട് ഏത് മന്ത്രാലയമാണ് പുറത്തിറക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പഞ്ചായത്ത് രാജ് മന്ത്രാലയം. അടുത്തിടെ വാർത്തകളിൽ പരാമർശിക്കപ്പെട്ട വാൻകോമൈസിൻ ആൻറ്റിബയോട്ടിക് ഏത് തരത്തിലുള്ള അണുബാധയെ ചികിത്സിക്കാനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫംഗലാണ്. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 2025 ലോക ഗവൺമെൻറ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരമാണ് ദുബായ്, UAE. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം എവിടെയാണ്? കർണാടകയിലാണ്. ഏത് നദിയിലാണ് അപൂർവ മുതല കാറ്റ്ഫിഷ് കണ്ടെത്തിയത്? ബഹിനി, ഗുവാഹത്തി. പഞ്ചായത്ത് വികസന സൂചിക റിപ്പോർട്ട് ഏത് മന്ത്രാലയമാണ് പുറത്തിറക്കുന്നത്? പഞ്ചായത്ത് രാജ് മന്ത്രാലയം. അടുത്തിടെ വാർത്തകളിൽ പരാമർശിക്കപ്പെട്ട വാൻകോമൈസിൻ ആൻറ്റിബയോട്ടിക് അത് ഫംഗൽ ഡിസീസിനെ ചികിത്സിക്കാനുള്ളൊരു ആൻറ്റിബയോട്ടിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഫ്രാൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് ബയോ മെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏത് നഗരത്തിലാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ് ന്യൂഡൽഹി. R-37M മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? ഓപ്ഷൻ സി ആണ് റഷ്യ. അടുത്തിടെ വാർത്തകളിൽ കണ്ട ലംബി സ്കിൻ ഡിസീസ് ഏത് സ്പീഷീസിലാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലാണ് കൂടുതലായി കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കന്നുകാലികളാണ്. ഇന്ത്യ NG വീക്കിൻ്റെ 3ാം പതിപ്പ് അടുത്തിടെ എവിടെയാണ് നടന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ന്യൂഡൽഹിയാണ്. അപ്പോൾ AI ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് ഫ്രാൻസ് ആണ്. ആദ്യത്തെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. R-37M മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? റഷ്യയാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട ലംബി സ്കിൻ ഡിസീസ് കന്നുകാലികളെ ബാധിക്കുന്നു. ഇന്ത്യ എനർജി വീക്കിൻ്റെ 3ാം പതിപ്പ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 2025 ഫെബ്രുവരിയിൽ ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും നടത്തിയ സംയുക്ത വ്യോമാഭ്യാസത്തിൻ്റെ പേരെന്താണ്? ആൻസർ എ ആണ് വിങ്ഡ് റൈഡേഴ്സ് വ്യായാമം. വിങ്ഡ് റൈഡേഴ്സ് വ്യായാമം. 2025 IIAS DARPG ഇന്ത്യ കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ന്യൂഡൽഹി. സത്കോസിയ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് ഒഡീഷയാണ്. 2025 ചെന്നൈ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കൈറിയർ ജാക്വറ്റ് ആണ് ആൻസർ എ. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നാണ് എക്സസൈസ് സൈക്ലോൺ 2025 നടത്തുന്നത്?
ഓപ്ഷൻ ഡി ആണ് ഈജിപ്താണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നാണ് എക്സസൈസ് സൈക്ലോൺ 2025 ഈജിപ്താണ്. അപ്പോൾ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും നടത്തിയ സംയുക്ത സൈന്യത്തിൻ്റെ പേരെന്താണ്? വിങ്ഡ് റൈഡേഴ്സ് ആണ്. 2025 IIAS DARPG ഇന്ത്യ കോൺഫറൻസിന് ആതിഥ്യം വഹിക്കുന്ന നഗരമാണ് ന്യൂഡൽഹി. സത്കോസിയ ടൈഗർ റിസർവ് എവിടെയാണ്? ഒഡീഷയിലാണ്. 2025 ചെന്നൈ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കൈറിയൻ ജാക്വറ്റ് ആണ്. സൈക്ലോൺ 2025 ഇന്ത്യ ആൻഡ് ഈജിപ്താണ്. ബികാഷിത ഗാവ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ആൻസർ ഒഡീഷയാണ്. ഭീംഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഭീംഗഡ് കർണാടകയിലാണ്. ദേശീയ സഫായി കർമചാരി കമ്മീഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ ആണ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം. വാർത്തകളിൽ കണ്ടിരുന്ന ദയാനദി ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ ഡി ആണ് ഒഡീഷയാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഒരു പരമ്പരാഗത നാടോടി നാടകരൂപമാണ് ദശാവതാരം? ദശാവതാരം എന്നത് മഹാരാഷ്ട്രയും ഗോവയിലെയും നാടോടി നാടകരൂപമാണ് ദശാവതാരം. ബികാഷിത ഗാവ് പദ്ധതി എവിടെയാണ്? ഒഡീഷയിലാണ്. ഭീംഗഡ് വന്യജീവി സങ്കേതം കർണാടകയിലാണ്. ദേശീയ സഫായി കർമചാരി കമ്മീഷൻ അത് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ്. ദയാനദി ഒഡീഷയിലാണ്. ദശാവതാരം നാടോടി നാടകരൂപം അത് മഹാരാഷ്ട്രയിലും ഗോവയിലുമാണ്. ശരാവതി മെച്ചപ്പെട്ട ആരോഗ്യത്തിനായി എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ച മന്ത്രാലയം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആയുഷ് മന്ത്രാലയമാണ് ആൻസർ. പോങ് ഡാം തടാക വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ഹിമാചൽ പ്രദേശ്. NSDC ഇൻ്റർനാഷണൽ അക്കാദമി അടുത്തിടെ ഏത് നഗരത്തിലാണ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ഗ്രേറ്റർ നോയിഡയാണ് ആൻസർ. പിനാക്ക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റംസ് ഏത് സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത്? അത് DRDO ആണ്. ഓപ്ഷൻ ബി ആണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ് DRDO. ഏത് സ്ഥാപനത്തിലാണ് ISRO ഫിസ്റ്റ് അതായത് ഫിനിക് എലമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത്? IIT ഹൈദരാബാദാണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ശരാവതി മെച്ചപ്പെട്ട ആരോഗ്യത്തിനായി എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ച മന്ത്രാലയമാണ് ആയുഷ് മന്ത്രാലയം. പോങ് ഡാം എവിടെയാണ്? പോങ് ഡാം ഹിമാചൽ പ്രദേശിലാണ്. NSDC ഇൻ്റർനാഷണൽ അക്കാദമി അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് നോയിഡയിലാണ്. പിനാക്ക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റംസ് DRDO ആണ്. ദെൻ ഏത് സ്ഥാപനത്തിലാണ് ISRO ഫിനിക് എലമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്? IIT ഹൈദരാബാദാണ്. ഇസ്കാൻഡർ M തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് റഷ്യ. ഏത് മന്ത്രാലയമാണ് പ്രസാദ് പദ്ധതി ആരംഭിച്ചത്? അത് ടൂറിസം മന്ത്രാലയമാണ് പ്രസാദ് പദ്ധതി ആരംഭിച്ചത്. പ്രസാദ് പദ്ധതി. വാർത്തകളിൽ കണ്ടിരുന്ന ബ്രയോലിപ്പസ് ബാരദിക്കസ് എന്തുമായിട്ട് അല്ലെങ്കിൽ ഏത് ഇനത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ വെള്ളച്ചെല്ലാണത്. വെള്ളച്ചെള്ള്. അടുത്തിടെ വിജയ് ദുർഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഫോർട്ട് വില്യം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫോർട്ട് വില്യം വിജയ് ദുർഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട കാര്യം നമുക്കറിയാം. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ഒരു കാലാൾപ്പട യുദ്ധവിമാനമാണ്. അപ്പോൾ ഇൻകാൻഡർ M എന്ന് പറയുന്നത് റഷ്യ വികസിപ്പിച്ചെടുത്തൊരു ബാലിസ്റ്റിക് മിസൈലാണ്. പ്രസാദ് പദ്ധതി ടൂറിസം മന്ത്രാലയമാണ്. അയോസ്പിലസ് ബാരദിക്കസ് എന്ന് പറയുന്നത് വെള്ളച്ചെള്ളാണ്. വിജയ് ദുർഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഫോർട്ട് വില്യം എവിടെയാണ്? ഫോർട്ട് വില്യം കൊൽക്കത്തയിലാണ്. പിന്നെ സ്ട്രൈക്കർ എന്ന് പറയുന്ന ഒരു കാലാൾപ്പട യുദ്ധവിമാനത്തെയാണ് എന്ത് പറയുക? സ്ട്രൈക്കർ എന്ന് പറയാം. ഡോഗ്രി ഭാഷാ വിഭാഗത്തിൽ 2024 സാഹിത്യ അക്കാദമി അവാർഡ് മരണാനന്തരം ആർക്കാണ് ലഭിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. അത് ചമൻ അറോറയ്ക്കാണ് കിട്ടിയത്. ചമൻ അറോറയ്ക്കാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഏത് തരം ഡിസീസാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ഓട്ടോ ഇമ്മ്യൂണൽ വീക്കമുണ്ടാകുന്ന രോഗമാണെന്ത്? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വീക്കമുണ്ടാക്കുന്നൊരു ഇൻഫ്ലമേറ്ററി ഡിസീസാണത്. നാഷണൽ യൂത്ത് പാർലമെൻറ്റ് സ്കീം 2.0 ആരംഭിച്ച മന്ത്രാലയം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതേതായിരിക്കും? പാർലമെൻ്ററി കാര്യ മന്ത്രാലയമാണ്. ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൻ്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസി ഏത് സംഘടനയാണ്? ഓപ്ഷൻ സി ആണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയാണ്. വാർത്തകളിൽ കണ്ട ഗ്യാംബൂസിയ അഫിനിസ് ഏതിനത്തിൽപ്പെടുന്നു? അതൊരു കൊതുക് മത്സ്യമാണെന്ത്? ഗ്യാംബൂസിയ അഫിനിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോഗ്രി ഭാഷാ വിഭാഗത്തിൽ 2024 സാഹിത്യ അക്കാദമി അവാർഡ് മരണാനന്തരം ലഭിച്ചത് ആർക്കാണ്? അറോറയ്ക്കാണ്. ചമൻ അറോറ.
പിന്നെ എന്താണ് റുമൈറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂണൽ വീക്കം ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി രോഗമാണ്. അതുപോലെ പാർലമെൻറ്റ് സ്കീം, യൂത്ത് പാർലമെൻറ്റ് സ്കീം ആരംഭിച്ചത് പാർലമെൻ്ററി കാര്യ മന്ത്രാലയമാണ്. ബിഗ് കാറ്റ് അലയൻസിൻ്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി. ഗ്യാംബൂസിയ അഫിനസ് എന്ന് പറയുന്നത് ഒരു കൊതുക് മത്സ്യമാണ്. ബാർട്ട് ഡി വെവർ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസറാണ് ബെൽജിയത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ആര്? ബാർട്ട് ഡി വെവർ. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശിനാണല്ലോ കൂടുതൽ കടുവകളൊക്കെ ഉള്ളത്, അപ്പോൾ അവിടെയാണ് പ്രജനന കേന്ദ്രം. റോക്കറ്റ് ഘടകങ്ങൾക്കായി ഇന്ത്യയിലെ ഏറ്റവും വലിയ മെറ്റൽ 3D പ്രിൻറ്റിംഗ് മെഷീൻ ആരംഭിച്ച സ്ഥാപനമാണ് IIT ഹൈദരാബാദാണ് സ്ഥാപനം. വാർത്തകളിൽ കണ്ട കൊലേരു തടാകം എവിടെയാണ്? കൊലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ്. എക്സ്ട്രാ ലോങ് സ്റ്റേപ്പിൾ പരുത്തി പ്രധാനമായിട്ടും ഏത് രാജ്യങ്ങളിലൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ചൈന, ഈജിപ്ത്, ഓസ്ട്രേലിയ, പെറു. അപ്പോൾ ഒന്ന് റിവിഷൻ ചെയ്യാം. ബാർട്ട് ഡി വെവർ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചാൽ ബെൽജിയമാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം വരുന്നത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെറ്റൽ 3D പ്രിൻറ്റിംഗ് മെഷീൻ എവിടെയാണ്? IIT ഹൈദരാബാദാണ് വികസിപ്പിച്ചത്. കൊലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ്. എക്സ്ട്രാ ലോങ് സ്റ്റേപ്പിൾ പരുത്തി ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ചോദിച്ചാൽ ചൈന, ഈജിപ്ത്, ഓസ്ട്രേലിയ, പെറു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 1-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെയുള്ള കറണ്ട് അഫെയർസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടുള്ള സെഷനാണ്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.